പറഞ്ഞു എന്താണ് കാരണമെന്ന് അറിയാത്തതായ രോഗങ്ങൾ, അതിന്റെ പിന്നിൽ ഒരു പക്ഷേ സിഹറായിരിക്കും, അല്ലെങ്കിൽ കണ്ണേറായിരിക്കും എന്ന് നാം പറയാറുണ്ട്. പക്ഷേ ആധുനിക യുഗത്തിൽ അഖലാനിയത്ത് കയറിക്കൂടിയ വിഭാഗം അത് രണ്ടും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് എതിർക്കുന്നവരാണ്. ഇസ്ലാമാണെങ്കിൽ ഖുർആനാണെങ്കിൽ അത് അംഗീകരിച്ചിട്ടുണ്ട് താൻ. അങ്ങനൊരു സാധനമുണ്ട്. അത് ഖളാഇനും ഖദറിനും വിരുദ്ധമല്ല, എതിരല്ല, അള്ളാഹുവിന്റെ വിശ്വാസത്തിന് കോട്ടം തട്ടൂല. ഒരാള് മാരണം എന്ന സാധനമുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അതേസമയത്ത് മാരണം ചെയ്യാൻ പാടില്ല, മാരണം ചെയ്യിപ്പിക്കാൻ പാടില്ല, മാരണത്തിലൂടെ മാരണം മാറ്റാനും പാടില്ല, മാരണത്തിലൂടെ മാരണം മാറ്റാനും പാടില്ല. മാരണം എന്നൊരു സാധനമുണ്ട് എന്ന് ഖുർആൻ പലയിടങ്ങളിൽ മടക്കി പറഞ്ഞതാണ്. അതിന് സ്പെഷ്യലായി പ്രത്യേകമായ ഒരു ക്ലാസ് തന്നെ ഇൻഷാ അല്ലാഹ് തൗഫീഖ് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഭാവിയിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ രണ്ടാമതായിട്ട് കണ്ണേർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതും ഇസ്ലാം അംഗീകരിച്ച സാധനമാണ്. അതും ഖളാഇനോ ഖദറിനോ എതിരല്ല എന്നും കേൾക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള രണ്ട് കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അധികവും പൈശാചിക പ്രവർത്തനങ്ങളായതുകൊണ്ട്, പിശാചിന് കൈകടത്തൽ ഉള്ളതുകൊണ്ട്, അതിൽ നിന്നിട്ട് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പൈശാചിക ചലനങ്ങൾ, പൈശാചിക ചികിത്സകൾ പണ്ട് തന്നെ അറിയപ്പെട്ടതായിരുന്നു. അതിൽപ്പെട്ടതാണ് അറാഫീങ്ങൾ, കഹാനീങ്ങൾ, അഥവാ കണക്കപ്പിള്ളന്മാരെ കാണുക, എന്നിട്ട് ജ്യോത്സ്യക്കാരെ കാണുക, എന്നിട്ട് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പരിശ്രമിക്കുക, ആര് മാരണം ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയും, ഇവിടുന്ന് കണ്ണേർ തട്ടി എന്നറിയാൻ വേണ്ടിയും. അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ പാടില്ലാത്ത ശൈലികളെല്ലാം അനിസ്ലാമിക ശൈലികളായിട്ട് പണ്ട് തന്നെ അറിയപ്പെടുന്നതായിരുന്നു. ഒന്ന് അറാഫിങ്ങളുടെ പ്രവർത്തനമാണ്, മറ്റൊന്ന് കഹാനത്താണ്, മറ്റൊന്ന് സജ്ർ എന്ന് പറയും. അഥവാ ലക്ഷണം നോക്കാൻ വേണ്ടി പക്ഷിയെ ഉപയോഗപ്പെടുത്തുക. അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴുണ്ടല്ലോ അല്ലെ, പക്ഷി കാർഡ് എടുത്തു കൊടുക്കുന്നതും എന്നിട്ട് കാർഡ് പരിശോധിക്കുന്നതും, അതേ കാർഡ് തന്നെ എടുക്കാൻ വേണ്ടി പക്ഷിക്ക് മുൻകൂട്ടി വിവരം കിട്ടിക്കാണും, അതനുസരിച്ച് മൂപ്പത്തി കൊണ്ടുവരുന്നതും ഒക്കെ കാണാറുണ്ടല്ലോ. അറബികൾ വേറെ രൂപത്തിലാണ് കാലു തയ്യർനാബിക്കും എന്നൊക്കെ പറയുന്ന ഈ സൂറത്ത് യാസിലുള്ള ആയത്തൊക്കെ ഉണ്ടല്ലോ. ഈ അവലക്ഷണം സുബലക്ഷണം ഇതൊക്കെ നോക്കാൻ വേണ്ടി പക്ഷിയെ വിടും. പക്ഷി ഇന്ന ഭാഗത്താണ് ഓടിയതെങ്കിൽ പോകണമെന്ന് തീരുമാനിക്കുക, മറുഭാഗത്താണ് ഓടിയതെങ്കിൽ പോകണ്ട എന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ പക്ഷിയുടെ ശബ്ദം, പക്ഷിയുടെ പേര്, പക്ഷിയിലൂടെ നന്മ തിന്മ കണ്ടെത്തുക എന്നതാണ്. അത് പണ്ട് ഉപയോഗപ്പെട്ടതായ ശൈലിയാണ്. അതുപോലെ തന്നെ ലക്ഷണം നോക്കുക, മുഖലക്ഷണം നോക്കി സംസാരിക്കുക, കൈ നോക്കി സംസാരിക്കുക, അതൊക്കെ ഇനത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ ഇസ്ലാമിൽ ഹറാമാണ്. എത്രത്തോളം നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കണക്കപ്പിഴടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ, വെറുതെ കൂട്ടുകാരുടെ കൂടെ പോയതാണെങ്കിൽ പോലും 40 ദിവസത്തെ നിസ്കാരം പോയി. വെറുതെ പോയതാണ്. മൂപ്പർക്ക് ഇങ്ങനെ ഒന്ന് പഠിക്കണം. എന്താ മൂപ്പര് കാട്ടുന്നത്? പോകാൻ പറ്റൂല. അവനെടുക്കൽ നീ പോകരുത്. പ്രത്യേകിച്ച് നിങ്ങൾ സൗദി അറേബ്യയിലും മദീനയിലും മക്കയിലൊക്കെ വന്ന് താമസിച്ചിട്ട് നാട്ടിലേക്ക് വല്ല തട്ടിപ്പിന്റെ ആൾക്കാരുടെ വീട്ടിലേക്ക് പോകുന്ന കണ്ടില്ലേ, മക്കയിൽ താമസിക്കുന്ന മനുഷ്യനല്ലേ പോകുന്നത്. നമ്മൾക്ക് എന്താ പോയാൽ അവരറിയില്ല നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണെന്ന്. നിങ്ങൾ അവരുടെ മുമ്പിൽ മാതൃകയാണ്. മറ്റെല്ലാ കാര്യത്തിലും മാതൃക എന്നതുപോലെ നിങ്ങൾ ഈ കാര്യത്തിലും അവരുടെ മുമ്പിൽ മാതൃകയാണ്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ അറാഫിങ്ങൾ എടുക്കൽ അവര് പിന്നെ ഞാൻ എന്റെ ഒരു ഷെയ്ഖിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ പലപ്പോഴും. എന്റെ ഇസ്മിന്റെ പണി എടുത്തിരുന്നതായ ഷെയ്ഖാണ്. ആ ഷെയ്ഖിന്റെ പുസ്തകം നോക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായി. ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് എന്താണ്? മൂപ്പരാര് വന്നാലും നിന്റെ ഉമ്മാന്റെ പേരെന്ത്, നിന്റെ ഭാര്യയുടെ പേരെന്ത്, അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരെന്ത് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ആ വ്യക്തിയുടെ പേരിന്റെ ലാസ്റ്റിലുള്ളതായ ഭാഗം എഴുതും, അല്ലെങ്കിൽ ആദ്യത്തിലുള്ള അക്ഷരം എഴുതും. എന്നിട്ട് ആ അക്ഷരത്തിലൂടെ മൂപ്പര് ആ ബിജതി കണക്കനുസരിച്ചിട്ടുള്ള എണ്ണം ഉണ്ടാക്കും. അത് എണ്ണം 15-ാം നമ്പർ ആണെങ്കിൽ മൂപ്പരുടെ പുസ്തകം 15-ാം പേജ് മറിക്കും. അപ്പോൾ ഇയാളിങ്ങനെ പ്രയാസപ്പെട്ട് വരാണല്ലോ, മാനസിക രോഗമായിട്ട് വരാണ്. ഇയാള് അവിടെ ഇല ചലിക്കുന്ന കണ്ടപ്പോൾ പിശാച്ച് ഓടുകയാണെന്ന് ബേജാറായി വരാണ്. പിശാച്ച് വീട്ടിൽ ഓടുകയാണെന്ന്
തോന്നിയിട്ട് അയാൾ ഓടി വരികയാണ് ഷെയ്ഖിന്റെ അടുക്കലേക്ക്. അങ്ങനെ ഷെയ്ഖ് ഈ പുസ്തകം മറിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ ഇങ്ങനെ എങ്ങനെ നമ്മുടെ നാട്ടിൽ എന്താ പറയാ, കണക്ക് നോക്കല, ഇത് ജ്യോത്സ്യക്കാരുടെ പണിയാണ്, മനസ്സിലായില്ലേ? ഇത് യാഥാർത്ഥ്യമൊന്നല്ല, അയാൾ എന്നോട് പറഞ്ഞതാണ്, യാഥാർത്ഥ്യമല്ലാന്ന് ഞാൻ പറയല്ല. സാധാരണ ഇത് മുസ്ലിയാർ ഒന്നല്ല ഈ പറയുന്ന മനുഷ്യൻ. പിന്നെയോ കേരളത്തിലുള്ള സമസ്തയുടെ സ്ഥാപക മെമ്പർമാരിൽ ഒരാളായ ഹുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മെരുമകൻ പുതിയാപ്പള, എന്റെ ഉസ്താദ്. മാസങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബ മെമ്പറും ദൂരത്തെ അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഇങ്ങനെ കാട്ടുന്ന കണ്ടപ്പോൾ എനിക്ക് പ്രയാസമുണ്ടായി. പിന്നെ അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്നു. അദ്ദേഹം ഇങ്ങനെ കടലാസ് മറിക്കും, എന്നിട്ട് പറയുന്നത് 15-ാം നമ്പർ, നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ ഒരു ദ്രോഹമുണ്ട്. അതെന്താണ്? ആ വൃക്ഷം. എല്ലാവരുടെ വീട്ടിന്റെ മുമ്പിൽ കേരളത്തിൽ വൃക്ഷം തന്നെയല്ലേ? ആ വൃക്ഷം അത് വെട്ടണം, എന്നാലേ തീരൂ. പിന്നെ ആ കക്കൂസ് ആ മൂലയിൽ നിന്നിട്ട് മാറ്റണം. പാവം ആകപ്പാടൊരു വീട് എങ്ങനെയോ കടം വാങ്ങി കെട്ടിയതാ. കക്കൂസും കൂടി പൊളിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? വീട്ടിന്റെ ശൈലി തന്നെ മാറേണ്ടി വരും. അങ്ങനെ അപ്പൊ അതല്ല, വേറെ കടലാസിൽ വേറൊന്നും എഴുതി കാണും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതെല്ലാം ഒരു കടലാസിൽ എഴുതി കൂട്ടും. അപ്പോൾ എങ്ങനെ മറിച്ചാലും തിരിച്ചാലും കേൾക്കുന്ന ആൾക്ക് സന്തോഷം തന്നെ. ഓ, വല്ലാത്ത ശൈഖന്നെ, എന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും അദ്ദേഹത്തിന് അറിഞ്ഞല്ലോ എന്ന്. ഒന്നും അറിഞ്ഞിട്ടില്ല മൂപ്പർക്ക്, ഒന്നും അറിയില്ല. മൂപ്പർക്ക് തലവേദന വന്നാൽ എവിടുന്നാ വന്നതെന്ന് അറിയില്ല. പിന്നെയല്ലേ മറ്റുള്ളവരുടെ സ്ഥിതി. അതുകൊണ്ട് ഇങ്ങനെ കാട്ടുന്ന ആൾ എന്നിട്ട് ചില ആൾക്കാര് ക്രിസ്ത്യാനികളുടെ ഹോസ്പിറ്റലിലേക്ക് മംഗലാപുരത്തേക്ക് അഡ്മിറ്റ് ആവാൻ പോയോലോ, തങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ ജനങ്ങൾ ക്യൂ നിൽക്കുക. തങ്ങള് ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ക്രിസ്ത്യാനികളുടെ ഹോസ്പിറ്റലിന് മുമ്പിൽ ബേജാറായി. ആരോ പറഞ്ഞു പോലെ നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട്, നിങ്ങൾക്ക് പോയർത്തല്ലേ, നിങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി പോയ ഷെയ്ഖ് അവിടെ ക്രിസ്ത്യാനികളുടെ ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുകയാണ്. അയാളുടെ രോഗം മാറ്റാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങളുടെ രോഗം മാറ്റാൻ നിങ്ങൾ അയാളുടെ വീട്ടിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നതെന്ന് ചോദിച്ചോലോ. അല്ലാഹു ഹിദായത്തിലാകട്ടെ. ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടിയാണ് ഇസ്ലാമിക് ചികിത്സ എന്ന തലക്കെട്ട് നൽകിയും കൊണ്ട് ഇവിടെ ക്ലാസ് നാം ആരംഭിച്ചത്. ഷെയ്ഖനോട് പറയുന്നു, അല്ല മനുഷ്യ, അഷ്റഫേ, നീ ശ്രദ്ധിക്കണം, ഞാൻ വൈദ്യനാണ്, എനിക്ക് രോഗം അറിയാം. എന്റെ മുമ്പിലേക്ക് വരുന്ന വ്യക്തിയുടെ രോഗം ഞാൻ ശരിക്ക് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കും. എന്നിട്ട് ദശമൂല അരിഷ്ടമാണെങ്കിൽ അത്, ഭാഷാരിഷ്ടമാണെങ്കിൽ അത്, എന്തരിഷ്ടമാണ് മൂപ്പർക്ക് കൊടുക്കേണ്ടത് അത് ഞാൻ ശരിക്ക് പാകം ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. ആ വൈദ്യൻ, ഞാൻ വൈദ്യനായതുകൊണ്ട് അതിലൂടെ മൂപ്പരുടെ ചികിത്സ രോഗം മാറും. പിന്നെ മൂപ്പർക്കുള്ളതായ ശക്കുകളും മൂപ്പർക്കുള്ളതായ വസുവാസുകളും ഞാൻ ഇങ്ങനെ എണ്ണിയിട്ട് അയാളെ വഞ്ചിക്കുന്ന സമയത്ത് അയാൾക്ക് അത് മാറുകയും ചെയ്യും. ഞാനിങ്ങനെ പുസ്തകം മറിക്കുന്ന കാണുമ്പോൾ എന്താണ് പാൽകിതാബ്, ഞങ്ങളെ ഭാഗത്ത് പറയുന്നതാണ്. പാൽകിതാബ് നോക്കാം, പാൽകിതാബ് നോക്കി ഖലാസ്, അവസാനിച്ചു. സത്യം അസത്യം, നന്മ തിന്മ മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ മൂപ്പരുടെ പകുതി രോഗം അതോടുകൂടി മാറി ഈ പുസ്തകം മറിക്കുമ്പോൾ. പിന്നെ ബാക്കിയുള്ള ശരിക്കുള്ള രോഗമോ അരിഷ്ടത്തിലൂടെയും മാറും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാട്ടാണ്. നീ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നീ ഞാൻ പഠിപ്പിച്ചിരുന്ന ഹദീസ് മാത്രം പഠിച്ചാൽ മതി എന്നല്ലാതെ നീ ഈ ചികിത്സ പഠിക്കണ്ട, അഥവാ ഏത് തട്ടിപ്പ് നീ പഠിക്കണ്ട എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതുകൊണ്ട് എന്റെ ശേഖന്മാരുടെ കൂട്ടത്തിൽ എന്നെ നന്മയിലേക്ക്, അഥവാ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഷെയ്ഖ് അതാണ്, ആ മനുഷ്യനാണ്. പിന്നെ ഒരു ഷെയ്ഖ് മൂപ്പര് പുകവലിക്കും. പക്ഷേ മൂപ്പർ എന്നെ പുകവലിക്കാൻ വിടൂല, തിൽമീസന്മാരാരെയും പുകവലിക്കാൻ വിടൂല. അവസാനം മൂപ്പർ പുകവലി ഒഴിവാക്കി. അങ്ങനെ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹം ഏതായാലും ഈമാനോടുകൂടി മരിച്ചവർക്കെല്ലാം അള്ളാഹു പുറത്തു. ആദ്യ കാലഘട്ടത്തിൽ ഈ കണക്കപ്പിള്ളയെ കാണുക എന്നതും അതുപോലത്തെ ലക്ഷണം നോക്കുക എന്നതും ശുഭലക്ഷണം, അവലക്ഷണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഭലക്ഷണം ഇഷ്ടപ്പെടും. ശുഭലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം എവിടെയെങ്കിലും ചെന്നാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും യുദ്ധത്തിന് വേണ്ടി ചെന്നാൽ അവിടെ പ്രഭാതത്തിൽ അങ്ങോട്ട് കടക്കുമ്പോൾ വല്ല കൃഷിക്കാരെയൊക്കെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ചുറ്റുപാടാണ്, നല്ല അന്തരീക്ഷമാണ് എന്ന് പറയും. അങ്ങനെയുള്ള നല്ലത് നമുക്ക് കാണുമ്പോൾ സന്തോഷമല്ലേ? നാം രാവിലെ വാതിൽ തുറക്കുമ്പോൾ തന്നെ 5 വക്ത് കൃത്യമായി നമസ്കരിക്കുന്നതായ ഒരു പണ്ഡിതന് വിട്ടുകിടക്കുന്ന കണ്ടാൽ അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്ന് രാവിലെ കണ്ട നല്ലൊരു മനുഷ്യനെയാണ് നമുക്ക് ഹൃദയത്തിൽ. അതാണ് ശുഭലക്ഷണം. ശുഭലക്ഷണം റസൂലിന് ഇഷ്ടമായിരുന്നു. അത് ഖൈറുൻ ഷർറും അയാളെ കയ്യിലാണ് എന്ന അർത്ഥത്തിലേക്കല്ല. മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതാണ് നല്ല കാഴ്ച, നല്ല ചിന്ത, നല്ല ആളെ, നല്ല ചുറ്റുപാട്,
അതാണ് സുബലക്ഷണം. നേരെ മറിച്ച് അവലക്ഷണം എന്നതോ ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. അവലക്ഷണം എത്രത്തോളം അത് കരുതിക്കൂട്ടി നാം ഞാൻ ഈ സിഗ്നലെത്തുമ്പോൾ പച്ചയായാൽ അത് ഞാൻ ഉദ്ദേശിച്ചു പോകുന്ന പ്രശ്നം അതിലൂടെ പരിഹരിക്കപ്പെടും എന്നതിലേക്കുള്ളതായ തെളിവാണ് എന്ന നിയത്തിൽ കൂടിയാണ് ഒരാൾ പോകുന്നതെങ്കിൽ പച്ച ആയാലും ആയില്ലെങ്കിലും ആ ചിന്ത തെറ്റാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. പോകുമ്പോൾ എല്ലാ ഇടങ്ങളിലും സിഗ്നൽ തുറന്നു കിട്ടിയാൽ നല്ലതാണെന്ന് വിചാരിച്ചോളി. പക്ഷേ അതിലൂടെ നിങ്ങളുടെ ഖൈറ് തുറന്നു കിട്ടിയെന്നോ അതിലൂടെ നിങ്ങൾക്ക് ഖൈറ് കിട്ടുമെന്നോ ഇനി പച്ച ആയില്ലെങ്കിൽ എന്തോടും അത് ഇലക്ട്രോണിക്കൽ വർക്ക് ചെയ്യാണ്. അതിന്റെ ടൈം ആകുമ്പോഴേ അത് കത്തുള്ളൂ. ഇനി പച്ച ആയില്ലെങ്കിൽ നീ ഇതൊരു അവലക്ഷണമായി പോയല്ലോ, ഇത് ഗതികേടായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കാറ് സൈഡിലാക്കലോ അല്ല. പൂച്ചയെ കണ്ടിട്ട് കാറിൽ സൈഡാക്കിയ ആളെ നാം കേട്ടിട്ടുണ്ട്. കറുത്ത പൂച്ച ഓടിയത് കൊണ്ട് മൂപ്പർ കാർ സൈഡാക്കിയെന്നാണ്. എന്താണ്? വേറെ ആരെങ്കിലും കാറ് പോട്ടെ, പിന്നെ ഞാൻ പോവാണ്. അപ്പൊ മൂപ്പർക്ക് അതൊരു അവലക്ഷണമാണ്. കറുത്ത പൂച്ച പോവാന്നുള്ളത് അത് എന്റെ കാറിന് വേണ്ട, വേറെ ആർക്കും ആയിക്കോട്ടെ എന്ന്. എങ്ങനെയുണ്ട്? അതെ, അതുപോലെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതാണ് വിരോധിക്കപ്പെട്ടതായ ശൈലി. നമുക്കറിയാത്തതായ രോഗം മാറ്റാൻ വേണ്ടി നക്ഷത്രങ്ങളെ ഉപയോഗപ്പെടുത്തുക. നക്ഷത്രങ്ങളെ ഇയാൾ ജനിച്ച ദിവസം എന്നാണ്, അന്നേത്തെ ദിവസത്തുള്ള നക്ഷത്രം ഏതാണ്, അങ്ങനെ അതനുസരിച്ചിട്ട് പത്രത്തിലൂടെ എഴുതി വരാറുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പത്രത്തിൽ. നക്ഷത്രത്തിലൂടെ നന്മകൾ കണ്ടെത്താൻ, തിന്മകൾ കണ്ടെത്താൻ അത് ഉപയോഗപ്പെടുത്തുക പാടില്ല. നക്ഷത്രത്തെക്കുറിച്ചുള്ളതായ ചലനത്തെക്കുറിച്ചുള്ള വിജ്ഞാനം ഒരു എൽമ പഠിക്കാൻ വേണ്ടി, എൽമ് എന്ന രൂപത്തിൽ പഠിക്കാൻ വേണ്ടിയല്ലാതെ അവലക്ഷണവും സുബലക്ഷണവും മനസ്സിലാക്കാനോ രോഗം മനസ്സിലാക്കാനോ ഇങ്ങനെയുള്ള വേണ്ടാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്താനോ പാടുള്ളത് ഹറാമാണ്. അപ്രകാരം തന്നെ ജിന്നിനെ സഹായം തേടുക, ജിന്നിലൂടെ സഹായം തേടുക, അതും രോഗം മാറ്റാൻ വേണ്ടി ഹറാമാണ്. അത് പ്രത്യേകിച്ച് ജിന്നിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കാണ്. ശ്രദ്ധിക്കുക. ജിന്നെ ഞങ്ങളൊന്നും കാട്ടുന്നില്ല, ഞങ്ങളിങ്ങനെ മുസ്ലിയാരുടെ അടുക്കൽ പോവുക, അല്ലെങ്കിൽ തങ്ങളുടെ അടുക്കലേക്ക് പോവുക, തങ്ങളിങ്ങനെ കല എഴുതുക, ചട്ടി എഴുതുക, അല്ലെങ്കിൽ വല്ല പ്ലേറ്റ് എഴുതുക, അതോടുകൂടി ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു മനസ്സിലാക്കുക എന്നാ പറയാ. അല്ല, മൂപ്പരെ നിങ്ങളോട് പറയും, നിങ്ങളുടെ ഈ രോഗം മാറിയാൽ, നിങ്ങളുടെ കുട്ടി ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഡിസ്ചാർജ് ആയാൽ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ആടിറക്കണം. ആർക്കാണ് ഈ ആട്? ജിന്നിനാണ് ആട്. ഏത് ജിന്ന്? മൂപ്പര് ജപിച്ചെടുത്തതായ ജിന്ന്. എന്തിനു വേണ്ടി? ഈ രോഗം മാറ്റണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജപിച്ചെടുത്തതായ ജിന്ന്. വിഷയം വരാൻ പോകുന്നുണ്ട് അടുത്ത ക്ലാസ്സുകളിലൂടെ. ജിന്നിനെ ജപിച്ചെടുക്കലുണ്ടോ? ജിന്നിനോട് സഹായം തേടാൻ പാടുണ്ടോ? ജിന്നിനോട് സഹായം തേടാൻ സാധിക്കുമോ? ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുമോ? അതിനെ കടന്നു കഴിഞ്ഞാൽ പുറത്തെടുക്കാൻ വേണ്ടി പ്രത്യേക മന്ത്രങ്ങളുണ്ടോ എന്നീ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് ഇന്നെത്താൻ പറ്റുകയില്ല, കേൾക്കാൻ പോകുന്നുണ്ട്. കാരണം ഈ വിഷയം ആരംഭിച്ചിരിക്കവേ പലരുടെയും ആവശ്യാർത്ഥം, നിങ്ങളെപ്പോലത്തെ സദസ്യരല്ലാത്തവരും പലരുടെയും ആവശ്യാർത്ഥം ഇതിന്റെ പരിപൂർണത ഞാൻ പുതിയ ശൈലിയിൽ നൽകും. പുതിയ ശൈലിയിൽ എന്ന് പറയാൻ കാരണം ഈ വിഷയം പഴയ കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഇവിടെ മദീനയിൽ എന്റെ ക്ലാസ്സിൽ നമ്മുടെ പറഞ്ഞു, മക്ക കാഫിങ്ങൾ പറയാറുണ്ടായിരുന്നു, ഏതെങ്കിലും താഴ്വരയിൽ ഇറങ്ങിയാൽ ഈ താഴ്വരയുടെ നേതാവായ ജിന്നിനെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് തായിഫിൽ നിന്നിട്ട് കല്ലേറ് കൊണ്ട് മടങ്ങി വരുമ്പോൾ മനുഷ്യന്മാർ ഈ മതം സ്വീകരിക്കാതിരുന്നപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ജിന്നുകളെ അള്ളാഹ് അയച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബാക്കിൽ നിന്നിട്ട് അവർ നമസ്കരിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് അവർ ഖുർആൻ കേട്ടു. എന്നിട്ട് അവര് വന്നു പോയ വാർത്തയെക്കുറിച്ച് സൂറത്തുൽ ജിന്നി എന്ന സൂറത്തിലൂടെ ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് എന്ന് തുടങ്ങിയും കൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നമുക്ക് ആയത്തിറക്കി. അക്കൂട്ടത്തിൽ ജിന്നുകൾ പറഞ്ഞതാണ്, ഞങ്ങളുടെ കൂടെ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങൾ
ഞങ്ങളുടെ കൂടെ അമുസ്ലിങ്ങളുണ്ട്, ഞങ്ങളുടെ കൂടെ അക്രമികളുണ്ട്, ഞങ്ങളുടെ കൂടെ നീതി പുലർത്തുന്നവരുണ്ട്, ഞങ്ങളുടെ കൂടെ എല്ലാ ഇനങ്ങളുണ്ട്. നാം ഇന്ന് പറയും പോലെ എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ കൂടെ, അല്ലെ? എന്നതുപോലെ ജിന്നുകളുടെ ഇടയിലും ഗ്രൂപ്പ്സുകളുണ്ട് എന്ന് ഖുർആൻ പറയുന്ന ശൈലിയിൽപ്പെട്ടതാണ്. അവര് അള്ളാഹുവിന്റെ റസൂലിനിട്ട് കേട്ടതായ തത്വങ്ങളായിട്ട് അവരുടെ അനുയായികളായ ഇറാഖിലുള്ള ജിന്നുകൾക്കും ലോകത്തിൽ അന്നുണ്ടായിരുന്ന അവർ വന്ന ഭാഗത്തിലുള്ള ജിന്നുകൾക്കെല്ലാം എത്തിച്ചു കൊടുത്തതായ കാര്യങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹ്ക്കല്ലാതെ നേർച്ച പാടില്ല, അള്ളാഹ്ക്കല്ലാതെ ജീവിതമില്ല, അള്ളാഹ്ക്കല്ലാതെ മരണമില്ല എന്നീ തൗഹീദിന്റെ വശങ്ങളും. പണ്ടൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ ആകാശങ്ങളിൽ ഞങ്ങൾക്ക് സീറ്റ്സുകൾ ഉണ്ടായിരുന്നു. ആ സീറ്റ്സുകളിൽ ഞങ്ങൾ ഇരുന്നുകൊണ്ട് ആകാശത്തിൽ നിന്നിട്ട് ഇറങ്ങുന്നതായ വാർത്തകളെ ചോർന്നെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ വാർത്ത ചോർന്നെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞങ്ങളിലേക്ക് തീനാളം എറിയപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള രംഗങ്ങളിലേക്ക് ഖുർആൻ ഇറങ്ങിയ ശേഷം എത്തി. ഖുർആൻ ഇറങ്ങിയ ശേഷം ചോർന്നെടുക്കലും കട്ടെടുക്കലും ജനങ്ങൾ കണക്കപ്പിളമാരെ സഹായിക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങൾ നടത്തലും എല്ലാം സ്റ്റോപ്പായി. പിന്നെ പറയുന്നതെല്ലാം കണക്കപ്പിളമാര് കളവായി മാറി. അധികവും ചിലപ്പോൾ 100 പറയുമ്പോൾ 1 ശരിയായിരിക്കാം. അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് തന്നെ ജിന്നിനെ കൊണ്ട് സഹായം തേടുക എന്നത് അതിലൂടെ മനുഷ്യന്മാരിൽ നിന്നിട്ട് ചിലര് ജിന്നുകളെ കൊണ്ട് സഹായം തേടാറുണ്ടായിരുന്നു. അതിലൂടെ അവർക്ക് നന്മ ലഭിച്ചില്ല, പ്രയാസമാണ് ലഭിച്ചത് എന്ന് പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്ന ഭാഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അതുകൊണ്ട് ആരും പൂജാരിയുടെ അടുക്കിലേക്കോ അല്ലെങ്കിൽ ജ്യോത്സ്യക്കാരുടെ അടുക്കിലേക്കോ അല്ലെങ്കിൽ അനിസ്ലാമിക മന്ത്രങ്ങൾ നടത്തുന്ന തങ്ങന്മാരുടെ അടുക്കിലേക്കോ മുസ്ലിയാമാരുടെ അടുക്കിലേക്കോ, മുസ്ലിയാരായിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങൾ ധാരാളം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യം അർഹിക്കേണ്ട സാധനമല്ലെങ്കിലും ഞാൻ പള്ളി ദർസിൽ ജീവിച്ച മനുഷ്യനാണ്. എന്റെ നാട്ടുകാരായ കാസർഗോട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. കാസർഗോട്ടിൽ നിന്നിട്ട് ചെറുക്കള എന്ന് പറയുന്ന നാടൊക്കെ നിങ്ങൾക്ക് മന്ത്രി ആ നാട്ടിൽ നിന്നിട്ടുള്ളത് കൊണ്ട് അറിയാം പെട്ടെന്ന്. ചെറുക്കളം തൊട്ട് നിൽക്കുന്ന പട്ടണത്തിന്റെ പേരാണ് ചെങ്കളം. ചെങ്കളം എന്ന നാട്ടിലേക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി എന്റെ 17ാമത്തെ വയസ്സിൽ പോയി. അന്ന് ഞാൻ ഉപരിപഠനം നടത്താൻ പോകുന്നതിന് മുമ്പാണ്. ആ സന്ദർഭത്തിൽ ഞാൻ ഏത് ഷെയ്ഖിന്റെ കൂടിയാണ് MFV അഹമ്മദ് മൗലവി, അഹമ്മദ് മൗലവി, അത് അറിയുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്റെ നാട്ടുകാർ. ആ മൗലവിയുടെ കൂടെയാണ് അധിക സമയവും ഞാൻ ഉണ്ടായിരുന്നത്. ആ മുസ്ലിയാർ ആ നാട്ടിലേക്ക് ഖതീബായി മുദരിസായി നിർണയിക്കപ്പെട്ടപ്പോൾ ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ മെഹ്റാബിന്റെ മധ്യത്തിൽ വലിയ, ഞങ്ങളുടെ ഭാഷയിൽ കലം എന്നറിയില്ല നിങ്ങൾ, മൺകലം മെഹ്റാബിന്റെ മധ്യത്തിൽ ഷെയ്ഖ് അതേ ആഴ്ചയിൽ ജുമ കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ ഉസ്താദ് വേലൂരിന്ന് തഹസീലായ മുസ്ലിയാരാണിത്, മനസ്സിലായില്ലേ? അദ്ദേഹം അവിടുന്ന് പ്രസംഗിച്ചു. ഒന്നിരിക്കലോ ഇയാൾ അല്ലെങ്കിൽ ഞാൻ, രണ്ടാളും പറ്റൂല ഈ പള്ളിയിൽ. എന്ത്, ഈ ഖതീബും ഞാനും ഒന്നിച്ച് ഇവിടുന്ന് മുന്നോട്ട് പോകില്ല. കാരണം അയാൾ ഫാസിഖാണ്. അയാളെ ബാക്കിൽ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല. എന്താ ഫാസിഖ്? ഇസ്മിന്റെ പണിയെടുക്കുന്ന ആൾ, നമ്മുടെ നാട്ടിൽ പറയുന്ന അസ്മാന്റെ പണിയെടുക്കുന്ന ആൾ, ജനങ്ങളെ വഞ്ചിക്കുന്ന ആൾ ഫാസിഖാണ്. അദ്ദേഹത്തിന്റെ ബാക്കിൽ നിന്ന് നിസ്കരിച്ചാൽ എന്റെ നിസ്കാരം സഹിയാവൂല. അതുകൊണ്ട് ഞാനിവിടെ മുദരിസായി വർക്ക് ചെയ്യണമെങ്കിൽ ഇയാളെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടു. അയാൾ തങ്ങൾ കൂടിയായിരുന്നു ആ ഖതീബായ മനുഷ്യൻ. അവസാന നാട്ടുകാർ നിർബന്ധിതനായി, അവർക്ക് ഇയാൾ ആവശ്യമുണ്ട്, ഇയാൾ നല്ല പണ്ഡിതനാണ്, കിതാബ് തിരിയുന്ന മുസ്ലിംമാർക്ക് അറിയാം. എന്റെ സദസ്സിൽ ബാക്കവിമാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവരോട് ചോദിക്കുക, ഞങ്ങളുടെ ഭാഷ ഞങ്ങൾ പറയും എന്ത്, കിതാബ് തിരിയുന്ന മുസ്ലിം, അങ്ങനെ പറയാം നമ്മൾ. കിതാബ് തിരിയുന്ന മുസ്ലിയാരാണ് എന്റെ ഈ ഉസ്താദ്. ശരിക്ക് കിതാബ് തിരിയും മൂപ്പർക്ക്. അതുകൊണ്ട് അവര് മുദരിസിനെ നിലനിർത്തി ഖതീബിനെ ഒഴിവാക്കി. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? ഇത് അഷ്റഫ് മദീനയിൽ നിന്നിട്ട് പ്രസംഗിക്കുന്നതായ കാര്യമൊന്നുമല്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാ നിറഞ്ഞ പണ്ഡിതന്മാരായിട്ട് അവർ ഗണിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കി വെച്ചതാണ് എന്ത്, ഇങ്ങനെയുള്ള അനിസ്ലാമിക ചികിത്സകൾ. അതിൽ മന്ത്രമെന്ന് പേര് പറഞ്ഞാലും തട്ടിപ്പാണ്. കാരണം ജനങ്ങളെ വശീകരിച്ച് വഞ്ചിച്ച് കാശുണ്ടാക്കുന്ന പദ്ധതിയാണത്. സിഹറിലൂടെ സിഹർ മാറ്റ, മരണത്തിലൂടെ മരണം മാറ്റ. സുബ്ഹാനല്ലാഹ്, മരണം ഉണ്ടാക്കി കൊടുക്കുക. അതെ, മരണം ഉണ്ടാക്കി കൊടുക്കുക. മാറ്റൽ മാത്രമല്ല,
ഒരാൾക്ക് മാരണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിനും പൈശാചിക ശല്യത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ജപിച്ചെടുത്ത് ശിർക്ക് ചെയ്ത് ഇസ്ലാമിലിട്ട് കയറ്റോട്ടായി. അതുകൊണ്ടാണ് ഏറ്റവും വലിയ വൻ മഹാപാപമായിട്ട് റസൂൽ പഠിപ്പിച്ച 7 നാം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യത്തേത് എന്താണ്? ശിർക്ക് അല്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ഏറ്റവും വലിയ പാപം, മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൽ. പിന്നെ അതിനോട് തൊട്ടു നിൽക്കുന്നതാണ് എന്ത്? സിഹർ, മാരണം. എന്താണ്? മാരണം. മനസ്സിലായില്ലേ? വിരോധിക്കപ്പെട്ടതായ പവിത്രതയുള്ള ഒരു മുസ്ലിം മനുഷ്യനെ വധിക്കൽ പോലോത്ത വേറെ ബാക്കി ഭാഗങ്ങൾ റസൂൽ പറയുന്നുണ്ട്. അപ്പൊ മാരണം എന്തുകൊണ്ട് ഈ ഷിർക്കോട് യോജിച്ച് നിൽക്കുന്നു? ഷിർക്കില്ലാതെ മാരണം ചെയ്യാൻ പറ്റൂല, ഷിർക്കോട് കൂടിയേ മാരണം ചെയ്യാൻ പറ്റുള്ളൂ. മാരണം എന്ന് പറയുന്നതിന്റെ കൂടെ എന്ത് വേണം? കേൾക്കാൻ പോകുന്നത് പോലെ അടുത്ത ക്ലാസ്സിലൂടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ വിശദമായി അത്തരം കാര്യങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. അതെ, അപ്പോൾ ജിന്നിനോട് സഹായം തേടുക നാം അനുഭവത്തിലൂടെ ഇപ്പോൾ പഠിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെ കൊള്ളുന്ന മുസ്ലിയാമാര് സമസ്തക്കാരാവട്ടെ അല്ലാത്തവരാവട്ടെ പണ്ഡിതന്മാര് വെറുക്കുന്ന അറക്കുന്ന കാര്യമായിരുന്നു എന്ത്? ഈ രൂപത്തിലുള്ളതായ അനിസ്ലാമിക ചികിത്സ. ഇസ്ലാമിക ചികിത്സ വേറെയുണ്ട്. ഇസ്ലാമിക ചികിത്സയാണ് നമ്മുടെ വിഷയം. അപ്പോൾ അറഫ്തു ശർറ ലാ ലിശ്ശർരി വലാകിൻ ലിതവഖീഹി വമൻ ലാ യഅരിഫു ശർറ ജദീറുൻ അൻ യഖഅ ഫീഹി. കവി പറയുന്നു അറഫ്തു ശർറ ലാ ലിശ്ശർരി വലാകിൻ ലിതവഖീഹി. ഞാൻ അപകടത്തെ പഠിക്കുന്നു. എന്തിനാണ്? അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി. അപകടം ഒരാൾ പഠിച്ചിട്ടില്ലെങ്കിൽ ജദീറുൻ അൻ യഖഅ ഫീഹി, അതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. എല്ലാവരും റസൂലുള്ളാഹിനോട് ചോദിക്കൽ നന്മകളെ കുറിച്ചാണ്. ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ച് പഠിക്കാറുള്ളത് തിന്മകളെ കുറിച്ചാണെന്ന് മഹാനായ നബിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പേരിൽ നാം പഠിച്ചു വന്നതായ ഹുദൈഫത്തുൽ യമാനി. ആരാണ്? ഹുദൈഫത്തുൽ യമാനി. ഹുദൈഫത്തുൽ യമാനി സാധാരണ വ്യക്തിത്വമല്ല. റസൂലുള്ളാഹി വഫാത്തായ ശേഷം വല്ല മയ്യത്ത് മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് നോക്കലിങ്ങനെ ഹുദൈഫയാണ്. ഹുദൈഫ നമസ്കരിക്കുന്ന കണ്ടാൽ മൂപ്പര് നിസ്കരിക്കും. ആര്? ഉമറേ. ഇല്ലെങ്കിലോ നിസ്കരിക്കൂല. കാരണം ഹുദൈഫ നമസ്കരിക്കാത്തത് മൂപ്പര് കപട വിശ്വാസിയായതുകൊണ്ടാണ്. ആര്? മരിച്ചു കിടക്കുന്ന ആളെ. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ആരാണ് കപട വിശ്വാസികൾ, ആരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. ആരോട്? പേര് പാടാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഹുദൈഫത്തുൽ യമാൻ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വരാൻ പോകുന്നതായ വിപത്തുകൾ, അപകടങ്ങൾ, ഷർറുകൾ, അവകളാണ് ഞാൻ കൂടുതൽ ചോദിച്ചു പഠിക്കാറുള്ളത്. എന്തുകൊണ്ട്? അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി, അപകടത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി. അത് തന്നെയാണ് ഞാനും നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ അപകടത്തിൽ പെട്ടുപോകരുത്. രോഗം ആർക്കും ബാധിക്കാം. പക്ഷേ രോഗം ബാധിക്കുന്ന വേളയിൽ കാരണം അറിയാതിരുന്നാൽ ആ തങ്ങളുടെ അടുത്ത് പോയാലോ, ആ ഇസ്മിന്റെ പണിക്കാരെടുക്കൽ പോയാലോ, ആ പൂജാരിയുടെ അടുക്കലേക്ക് പോയാലോ? ഈ ചോദ്യങ്ങൾ എന്നോട് തന്നെ എന്റെ ക്ലാസ് മെമ്പർമാര് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്. പലരും അവിടെ പോയി രോഗം മാറിയിട്ടുണ്ടല്ലോ, എന്താ നമുക്കും പോയി നോക്കിക്കൂടെ എന്നൊക്കെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ പലരും ഇന്ന ഖബറിലേക്ക് പോയപ്പോൾ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യങ്ങൾ ചോദിക്കപ്പെടാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ് സൂഅ വയജഅലുകും ഖുലഫാഅൽ അർള് അയിലാഹും മഅല്ലാഹ്. പ്രശ്നം പരിഹരിക്കുന്ന, പ്രയാസം മാറ്റുന്ന, രോഗം നീക്കുന്ന ആള് നിങ്ങൾക്ക് ആരുണ്ട്? അല്ലാഹു അല്ലാതെ. അല്ലാഹു അല്ലാതെ വേറെ വല്ല ദൈവങ്ങളുണ്ടോ, വല്ല ഇലാഹുകളുണ്ടോ? നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? നിങ്ങൾ എന്താ സത്യത്തിലേക്ക് മടങ്ങി വരാത്തത് എന്ന് അല്ലാഹു ചോദിക്കുന്ന ചോദ്യം ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി നാം ചിന്തിക്കണം. ശിഫ അല്ലാഹുവിന്റെ കയ്യിൽ നിന്ന് നാം കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെയും പഠിച്ചു വന്നു.